തിരുവാതിര കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വടകരത്തെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓടിപ്പോയി വീട്ടിലെത്തി അജുട്ടനെയും അമ്പടീനെയും മുഖമൊക്കെ കാണിച്ച് ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഒരു 4 മണി വന്നപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് നേരെ അഞ്ചുടെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പം നമ്മുടെ തിരുവാതിരയുടെയും ഒപ്പനയുടെയും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റിലാക്കാനായിരുന്നു. അതും കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഡാൻസിൻ്റെ വടക സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടി മണവാട്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ നെറ്റിച്ചുട്ടിയും അതുപോലെ കാശിമാലയും അരപ്പട്ടയും അതൊക്കെ വെച്ച് നോക്കുമായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ തിരുവാതിരയുടെ ബ്ലൗസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കണമായിരുന്നു. അതൊക്കെ ഓൾട്രേഷന് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അമ്മ മണവാട്ടിക്ക് ഇതാ നമ്മുടെ അരപ്പട്ട വെച്ച് നോക്കുവാണ്. അടിപൊളിയായിരുന്നു എല്ലാം കാണാനായിട്ട്. ബെല്ലി ഡാൻസിന് എന്ന മോളിയായിരുന്നു. പിന്നെ നമ്മുടെ കുട്ടി മണവാട്ടിക്ക് ഈ ഒരു മുണ്ടും അതുപോലെ ഉടുപ്പും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും 2 ആക്കി കയറാൻ പാകത്തിലായിരുന്നു. അതൊക്കെ ഓൾട്രേഷന് കൊടുക്കാനുള്ളത്. അങ്ങനെ ബ്ലൗസും കാര്യങ്ങളൊക്കെ മേടിച്ച് നേരെ ഒരു 6 മണി കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലെത്തി. അപ്പോൾ നൈറ്റിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റിലാക്കിയതിന് ശേഷം നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്തു. പിന്നെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു. ഞാൻ ഇത് ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാണ്. പിന്നെ നൈറ്റിലാണെങ്കിൽ എനിക്ക് മൈലാഞ്ചി ഒക്കെ ഇടണം. നാളെ തിരുവാതിരക്കും ഒപ്പനയ്ക്കൊക്കെ മൈലാഞ്ചിയുടെ കളറായിരിക്കും. അപ്പോൾ ഇത്രയും തൊട്ടാണ് ബൈ ബൈ.